നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിർമ്മാണം മുടങ്ങിയ കീഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള ഭരണാനുമതി ലഭിച്ചു. താന്യം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും പ്രതീക്ഷയേകുന്ന പദ്ധതിക്കാണ് അനുമതിയായത്. അരിമ്പൂരിലെ ധനുപൂയാഘോഷം വർണ്ണക്കാഴ്ചയായി. അരിമ്പൂരിന്റെ വിവിധ ഉത്സവ കമ്മിറ്റികളിൽ നിന്നായി 17 സെറ്റ് കാവടി ഘോഷയാത്രകൾ അണിനിരന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിർമ്മാണം മുടങ്ങിയ കീഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള ഭരണാനുമതി ലഭിച്ചു. താന്യം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയുള്ളതാണ് പദ്ധതി. 2017 സംസ്ഥാന സർക്കാർ 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചതാണ് പദ്ധതി. എന്നാൽ ഇടക്കാലത്ത് കരാറുകാരൻ മരിച്ചതോടെ നിർമ്മാണം നിലച്ചുപോയി. പിന്നീട് GST തുക കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ലഭ്യമായിരുന്നില്ല. പദ്ധതി പുനരാരംഭിക്കുന്നതിന് CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M മുകേഷ്, ലോക്കൽ കമ്മിറ്റി അംഗം TK പരമേശ്വരന്റെ നേതൃത്വത്തിൽ CC മുകുന്ദൻ MLAയോടൊപ്പം ബന്ധപ്പെട്ട വകുപ്പുകളിലും ഭരണതലത്തിലും നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു. പ്രവർത്തിക്കുള്ള 2,06,51,000 രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു. അരിമ്പൂരിലെ ധനുപൂയാഘോഷം വർണ്ണക്കാഴ്ചയായി. അരിമ്പൂരിന്റെ വിവിധ ഉത്സവ കമ്മിറ്റികളിൽ നിന്നായി 17 സെറ്റ് കാവടി ഘോഷയാത്രകൾ, പീലിക്കാവടി, പൂക്കാവടി, ചിന്ത്, കാവടി, തെയ്യം, അനുഷ്ഠാന കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അരിമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി പാൽക്കാവടി അഭിഷേകം നടത്തി. ഷൺമുഖാനന്ദ സമാജം കൈപ്പിള്ളിയാണ് ആദ്യം അഭിഷേകം നടത്തിയത്. തുടർന്ന് കോവിൽ റോഡ് സെറ്റ് ശ്രീ വേൽമുരുക കാവടി സമാജം, കൈപ്പിള്ളി ബാലസമാജം, കിഴക്കേ പരക്കാട് കൈപ്പിള്ളി പടിഞ്ഞാറ്റുമുറി കാവടി സെറ്റ്, കൈപ്പിള്ളി പൂർവിക സെറ്റ്, യുവജന സമാജം, നടുമുറി പരക്കാട് ബാലസമാജം, കായൽ റോഡ് പരക്കാട് യുവജന സമാജം സെറ്റ്, ശ്രീനാരായണ ഗുരു പൂർവിക സെറ്റ്, വടക്കുംപുറം യുവജന സംഘം, ആറാംകല്ല് വേൽമുരുക കാവടി സമാജം, വടക്കുംപുറം ജനകീയ സമാജം, കൈപ്പിള്ളി തെക്കുംപുറം, അഞ്ചാംകല്ല് കാവടി സമാജം, കരുവാൻ വളവ് വടക്കുമുറി, എറവ് വടക്കുമുറി സെറ്റ്, ദേശശക്തി സെറ്റ്, വെളുത്തൂർ എന്നിങ്ങനെ അഭിഷേകങ്ങൾ നടന്നു. രാവിലെ പൂർവിക സെറ്റ്, കോവിൽ റോഡ് സെറ്റ് എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ രാവിലെ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. നാട്ടാനച്ചട്ടം പാലിച്ചായിരുന്നു എഴുന്നള്ളിപ്പ്. ആനകളുടെ എണ്ണവും കുറച്ചിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി മൂലക്ഷേത്രത്തിൽ നിന്നും 100-ലേറെ സ്ത്രീകൾ പാൽക്കുടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി 7 ദിവസം കലാപരിപാടികൾ, ഗണപതി ഹോമം എന്നിവ ഉത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ, സെക്രട്ടറി KS രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പാറളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മുടെ നടത്തിയിട്ടുള്ള ഈ ഉപകരണങ്ങളായ ക്യാമ്പിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഉപകരണങ്ങൾ വിതരണം കൂടി ഇന്ന് നടത്തുന്നുണ്ട്. ഈ വർഷം നമുക്ക് ഗ്രാമസഭയിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷയുടെയാണ് നമ്മളുടെ നടത്തിയിരിക്കുന്നത്. അവർക്ക് ഈ ഡോക്ടേഴ്സിൻ്റെ ക്യാമ്പുകൾ നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് പ്രോജക്റ്റ് വെച്ച് നമ്മൾ നൽകുന്നതായിരിക്കും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നത്. ഇതിനകത്താണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ പല സൈസിലുള്ള ബാറ്ററികളുണ്ട്, നമ്മുടെ വാച്ചിലൊക്കെ ഇടുന്ന ബാറ്ററി ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് വെക്കുന്ന ഒരു സൈസ് ഉണ്ട്, അത് 675 എന്ന് പറഞ്ഞ സൈസുള്ള ബാറ്ററിയാണ്. അപ്പം അത് നമുക്ക് ഈ ക്ലിനിക്കുകളിൽ ഹിയറിംഗ് എയ്ഡൊക്കെ വിൽക്കുന്ന ക്ലിനിക്കുകളിൽ നിന്ന് മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ലാതെ നോർമലി നമ്മുടെ വാച്ചിലൊക്കെ ഉള്ള ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഇടാൻ പാടില്ല.
പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും പോലെ ഇതും താഴെ വീണാലോ അല്ലെങ്കിൽ വെള്ളം ആയാലോ ഒക്കെ കേടാകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴാനോ അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റാതെ മാക്സിമം നോക്കണം. വയോജനങ്ങൾക്ക് ആവശ്യമായ ശ്രവണ സഹായം വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, പി കെ ലിജീവ്, നിത ജോൺ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുന്ന സംയുക്ത പരിശോധനയ്ക്ക് തുടക്കം. ആദ്യഘട്ട പരിശോധന ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച്. അമിതവേഗം, മദ്യപിച്ച വാഹനമോടിക്കൽ, അമിതഭാരം കയറ്റൽ, അശ്രദ്ധമായ വാഹനമോടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കർശന നടപടിയുണ്ടാകും. റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തും. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. സ്പീഡ് റഡാറുകൾ, ആൽക്കോമീറ്ററുകൾ എന്നിവയുമായി എല്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കും. എല്ലാ സംസ്ഥാന പാതകളിലും ചെറു റോഡുകളിലും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശുപാർശ തയ്യാറാക്കാൻ ട്രാഫിക് ഐജിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്താനും നീക്കമുണ്ട്. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ നിലപാടുകൾ നമുക്ക് മാറ്റേണ്ടി വരും, ഏതൊക്കെ നിലപാടുകൾ പുതുതായി സ്വീകരിക്കേണ്ടി വരും, ഇതെല്ലാം വിശദമാക്കുന്ന നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ രേഖയാണ് നമ്മുടെ രാഷ്ട്രീയ അടവ് നയം. ആ രാഷ്ട്രീയ അടവ് നയം പ്രധാനമായും ജനകീയ ജനാധിപത്യ പോരാട്ടത്തിന് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന സുപ്രധാനമായ കടമ നിർവഹിക്കാൻ വേണ്ടിയാണ്. ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെ അടുപ്പിക്കാം. മറ്റു പരിപാടിയിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് കേരളത്തിലെ ഈ ജനകീയ ജനാധിപത്യ പോരാട്ടത്തിൽ നമുക്കൊപ്പം അണിനിരത്താൻ കഴിയാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല. എന്ന് പറഞ്ഞാൽ അതിസമ്പന്നരായ ആളുകൾ, വൻകിട ഭൂവുടമകൾ, അങ്ങനെയുള്ള വലിയ വിഭാഗമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മുടെ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമാക്കി തൊഴിലാളി വർഗം നയിക്കുന്ന ഈ വിപ്ലവത്തിന്റെ കണ്ണികളാക്കി മാറ്റാം. അതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് നാം ഓരോ പ്രദേശത്തും ഏറ്റെടുക്കുന്നത്. TV സുരേഷ് ബാബു രക്തസാക്ഷിത്വ പ്രമേയവും PA രാമദാസ്, TG നിഖിൽ, അലോക് T മോഹൻ എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, KB ഹംസ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൾ ഖാദർ, മുരളി പെരുന്നെല്ലി MLA, PK ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 180 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന 9ാമത് മുസരിസ് ക്രിസ്തുമസ് കാർണിവൽ ഈ മാസം 21 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിസ് കാർണിവലിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുക. മനോഹരമായ ക്രിസ്മസ് വില്ലേജ് കാർണിവലിന്റെ പ്രധാന ആകർഷണമാണ്. വിവിധതരം റൈഡുകൾ, പെറ്റ് ഷോ, പ്ലാനറ്റോറിയം, വെർച്വൽ റിയാലിറ്റി ഷോ, എയ്റോ ലാബ്, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാപരിപാടികൾ എന്നിവ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കലാരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിക്കും. സെയിന്റ് ജോസഫ് പള്ളി വികാരിയും കാർണിവൽ കമ്മിറ്റി ചെയർമാനുമായ ഫാദർ ഷൈജൻ കളത്തിൽ, സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ഷാജി സെബാസ്റ്റ്യൻ പടമാടൻ, ഫിനാൻഷ്യൽ കൺവീനർ ബെന്നി വഞ്ചിപ്പുര, ജോയിന്റ് കൺവീനർമാരായ OA ജെൻട്രിൻ, ദീപക്, ജോഷി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈ കാർണിവൽ ആഘോഷം നടത്തുന്നത് അതുകൊണ്ട് വിപുലമായിട്ട് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജനറൽ പറഞ്ഞതുപോലെ നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വാദികരമാകുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്.
കുട്ടികൾക്കുള്ള മത്സരങ്ങളുണ്ട്, റൈഡുകളുണ്ട്, പ്ലാനറ്റോറിയം ഉണ്ട്, വെർച്വൽ റിയാലിറ്റീസിൻ്റെ ഉണ്ട്, പിന്നെ AI എക്സിബിഷൻസ് ഉണ്ട്, പിന്നെ അവരുടെ കുറച്ച് മത്സരങ്ങൾ വേറെ, അവരുടെ ചിത്രരചന അങ്ങനത്തെ മത്സരങ്ങൾ, പിന്നെ മുതിർന്ന ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ പാചക മത്സരം പോലത്തെ ചില ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ പങ്കെടുക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വ്യത്യസ്ത റൈഡുകൾ, ഗെയിംസ്, കാര്യങ്ങൾ. അതുകൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിന് ശേഷം ഓരോ ദിവസവും കലാപരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും വളരെ വർണ്ണശബളമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഡിസംബർ 21 തുടങ്ങി 29-ാം തീയതിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ, ഇതിൻ്റെ സംഘാടക സമിതി ഒരുവിധമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ 16,000-ഓളം വരുന്ന NHM ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. NH എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, എല്ലാ ജീവനക്കാർക്കും PF ആനുകൂല്യം ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരാക്കി മാറ്റുക, സമഗ്രമായ HR നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. എല്ലാ ജില്ലാ സമരകേന്ദ്രങ്ങളിലേക്കും ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. തൃശൂരിൽ NHM ഓഫീസിൽ നിന്നും DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കിരൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര നിമേഷ്, ജില്ലാ സെക്രട്ടറി CC പോൾ, CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സഹാക്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ NHMന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഫീൽഡിലായിരുന്നു. എല്ലാവർക്കും പേടിയാ കോവിഡിന്. ആശാവർക്കന്മാർ വീട്ടിൽ മരുന്ന് കൊണ്ടുകൊടുക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കും ഉറക്കമില്ലാത്ത രാത്രി 1 മണിക്കും 2 മണിക്കും പോലും ഞങ്ങൾ JPHമാരെ പോലും ചേച്ചിമാരെ പോലും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള ആളുകളോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് രാവും പകലുമില്ലാതെ മഴയും വെയിലുമില്ലാതെ വർക്ക് ചെയ്യുന്നത്. അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ച് മടങ്ങി. തൃശൂർ അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലും 15-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിന്റെ പട്ടയും കരിക്കും ഭക്ഷിച്ച് മടങ്ങി. ഇന്നലെ വൈകിട്ടാണ് അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത്. ജനവാസ മേഖലകളായ വെറ്റിലപ്പാറ 14-ലും 15-ലും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വോഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശമുണ്ടാക്കിയത്. തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകന് നേരെ കാട്ടാന ആക്രമണം അഴിച്ചുവിടാനും ശ്രമിച്ചു. ഓടി മാറിയതിനാലാണ് അപകടം ഒഴിവായതെന്ന് കർഷകൻ പറയുന്നു. കൃഷി നശിപ്പിച്ച ശേഷം കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെയും ആന തിരിഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 8:30-യോടെയാണ് ആനകളെ കാടുകയറ്റാനായത്. അതേസമയം അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും കാട്ടാനയെത്തി. ഇന്ന് രാവിലെ 7:30-യോടെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാന സ്റ്റേഷൻ കോമ്പൗണ്ടിന് അകത്തേക്ക് കയറിയത്. സ്റ്റേഷൻ വളപ്പിൽ നിലയുറപ്പിച്ച ആന അവിടെയുണ്ടായിരുന്ന തെങ്ങിൽ നിന്നും പട്ടയും കരിക്കും ഭക്ഷിച്ചു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. അതിരപ്പള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന ജനവാസ മേഖലകളിലേക്കെത്തുന്ന ആനക്കൂട്ടത്തെ തടയാൻ വനാതിർത്തിയിൽ വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചൊവ്വൂർ പത്തനാപുരം ശ്രീ പാർത്ഥസാരഥി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മുപ്പെട്ട് വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 10:30-ന് സ്വാമി പുരുഷോത്തമാനന്ദയുടെ പ്രഭാഷണം, തുടർന്ന് അന്നദാനം, വൈകിട്ട് 6:30-ന് ദീപാരാധന, ഭജന എന്നിവയുണ്ടായിരിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,135 രൂപ, പവന് 57,080 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. നിർമ്മാണം മുടങ്ങിയ കീഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള ഭരണാനുമതി ലഭിച്ചു. താന്യം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും പ്രതീക്ഷയേകുന്ന പദ്ധതിക്കാണ് അനുമതിയായത്. അരിമ്പൂരിലെ ധനുപൂയാഘോഷം വർണ്ണക്കാഴ്ചയായി. അരിമ്പൂരിന്റെ വിവിധ ഉത്സവ കമ്മിറ്റികളിൽ നിന്നായി 17 സെറ്റ് കാവടി ഘോഷയാത്രകൾ അണിനിരന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.